നമസ്കാരം. ഹൈക്കോടതിയുടെ കർശനമായ വിലക്ക് നിലനിൽക്കെ റീൽസ് ചിത്രീകരണത്തിലൂടെ നിയമവാഴ്ചയെ വെല്ലുവിളിച്ച സംഭവമാണ് ഇപ്പോൾ കേരളത്തിൽ ചർച്ചയാകുന്നത്. നിയമവാഴ്ചയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് ഹൈക്കോടതിയുടെ വിലക്ക് പരസ്യമായി ലംഘിച്ചുകൊണ്ട് വീണ്ടും ഗുരുവായൂർ ക്ഷേത്ര നടപ്പുരയിൽ വീഡിയോ ചിത്രീകരണം നടത്തിയ സംഭവം വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നു. ശ്രദ്ധ നേടാനുള്ള ആർത്തി കാരണം പവിത്രമായ ആരാധനാലയത്തിന്റെ അന്തസ്സും നീതിന്യായ വ്യവസ്ഥയുടെ അധികാരവും ഒരുപോലെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജസ്ന സലീമിനെതിരെ പോലീസ് കേസെടുത്തതോടെ നിയമപരമായ നടപടികൾക്ക് തുടക്കമായി. ആവർത്തിച്ചുള്ള ഈ നിയമലംഘനം വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതോടൊപ്പം മതപരമായ വിശുദ്ധി സംരക്ഷിക്കേണ്ടതിന്റെ അടിയന്തര പ്രാധാന്യം ഒരിക്കൽ കൂടി സമൂഹത്തിൽ ചർച്ചയാവുകയാണ്. ഹൈക്കോടതിയുടെ കർശനമായ ഉത്തരവ് നിലനിൽക്കെയാണ് ജസ്ന സലീം എന്ന യുവതി ക്ഷേത്ര നടപ്പുരയിൽ വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. ഇതേ തുടർന്ന് ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയിൽ ജസ്നക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഓഗസ്റ്റ് 28-നാണ് ഈ റീൽസ് ചിത്രീകരിച്ചതെങ്കിലും നവംബർ 5-ന് വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷമാണ് നിയമ നടപടിക്കായി പരാതി നൽകിയത്. ഗുരുവായൂർ ക്ഷേത്ര നടപ്പുരയിൽ മതപരമായ ചടങ്ങുകളും വിവാഹങ്ങളും അല്ലാത്ത ഒരു തരം വീഡിയോയും ചിത്രീകരണവും പാടില്ലെന്ന് ഹൈക്കോടതി മുമ്പ് വ്യക്തമായി നിർദ്ദേശം നൽകിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ശ്രീകൃഷ്ണ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയമായ ജസ്ന സലീം മുമ്പും ഇതേ വിഷയത്തിൽ വിവാദത്തിലായിട്ടുണ്ട്. നടപ്പുരയിൽ കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ച് വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തെ തുടർന്ന് ഇതിനു മുമ്പ് കോടതിയിൽ പരാതി എത്തുകയും വിലക്കുത്തരവ് വരികയും ചെയ്തിരുന്നു. കൂടാതെ കിഴക്കേ നടപ്പുരയിലെ ഭണ്ഡാരത്തിന് മുകളിലെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ കടലാസം മാല അണിയിച്ചതിന് വീഡിയോ എടുത്തതിനും യുവതിക്കെതിരെ നേരത്തെ ഏപ്രിൽ പോലീസ് കേസെടുത്തിരുന്നു. സ്ഥലത്തിന്റെ പവിത്രതയും നിയമവ്യവസ്ഥയെയും ഒരുപോലെ ചോദ്യം ചെയ്യുന്ന ഗുരുതരമായ വീഴ്ചയാണിത്. നിയമപരമായ വിലക്ക് നിലനിൽക്കുമ്പോൾ പോലും അത് ആവർത്തിച്ചത് ആരാധനാലയങ്ങളുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്ഷേത്ര ഭരണ സമിതിയുടെ നീതിന്യായപരമായ ഈ നീക്കം ഇത്തരം പ്രവണതകൾക്കെതിരെയുള്ള ശക്തമായ താക്കീതാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന ഈ സംഭവം ഒരു വ്യക്തിഗത വീഴ്ചയായി ഒതുങ്ങുന്നില്ല. ഇത് ആരാധനാലയങ്ങളുടെ വിശുദ്ധി, ഹൈക്കോടതി ഉത്തരവുകളുടെ പ്രാബല്യം, സമൂഹ മാധ്യമ ധാർമ്മികത എന്നിവയെക്കുറിച്ചുള്ള ഗൗരവമേറിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. നേരത്തെ സമാനമായ സംഭവം ഉണ്ടായി വിവാദത്തിലാവുകയും കേസ് നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ജസ്ന സലീം കാണിച്ച ഈ പ്രവൃത്തി തികച്ചും ഗുരുതരമായ ഒന്നാണ്. സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നിരവധി പ്രതിഷേധങ്ങൾ ഇതിനെതിരെ ഉയരുന്നുണ്ട്. പല രീതിയിലുള്ള കമന്റുകളാണ് ജസ്നയുടെ ഈ പ്രവൃത്തിക്കെതിരെ വരുന്നത്. ഭക്തസമൂഹത്തിന്റെ വിശ്വാസം കാത്തുസൂക്ഷിക്കണമെങ്കിൽ പവിത്രമായ ഇടങ്ങളിൽ സ്വയം നിയന്ത്രണം പാലിക്കാനും കോടതി വിധികളെ മാനിക്കാനും ഓരോ വ്യക്തിയും തയ്യാറാകണം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ ബോധവൽക്കരണവും ആവശ്യമെങ്കിൽ അതിവേഗത്തിലുള്ള നിയമ നടപടികളും അനിവാര്യമാണ്. ഗുരുവായൂരിന്റെ പവിത്രത സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ക്ഷേത്ര ഭരണകൂടത്തിനും നിയമപാലകർക്കും സമൂഹത്തിനും ഒരുപോലെ ഉള്ളതാണ്. റീൽസ് ചിത്രീകരണം പരിധി വിടുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ സ്ഥിരം കാണുന്നത്. എന്ത് ചെയ്തും വൈറലാവാനായി കുറെ മനുഷ്യർ. മരണവീടുകളിൽ പോലും അതിരുകൾ ലംഘിക്കുന്ന ഈ വൈറൽ സംസ്കാരം വിവേകത്തിന്റെയും പൊതുമര്യാദയുടെയും അതിർവരമ്പുകളെല്ലാം മായ്ച്ചു കളയുന്ന അപകടകരമായ ഒരു സൂചനയാണ്. ജീവൻ പണയം വെച്ചുപോലും റീൽസ് എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്ന കുറെ മനുഷ്യരുടെ കാഴ്ച നാം ഇടയ്ക്ക് കാണാറുള്ളതാണ്. ട്രെയിനിന്റെ മുമ്പിൽ തൂങ്ങിക്കിടന്നും റെയിൽവേ ട്രാക്കിലൂടെ ഓടിയുമൊക്കെ എത്രയോ പേർ റീൽസ് എടുത്ത് വൈറലാകാൻ ശ്രമിക്കുന്നു. പലരുടെയും ജീവൻ അപകടത്തിലായിട്ടുണ്ട് ഇതിനു മുൻപ്. പക്ഷേ എന്തുകൊണ്ടോ പലയിടത്തും പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാൻ മറന്നുപോകുന്നു. പൊതുയിടങ്ങളിലും മതപരമായ സ്ഥലങ്ങളിലും പാലിക്കേണ്ട മര്യാദകൾ പലരും മറക്കുന്നു. എങ്ങോട്ടാണ് ഈ സമൂഹത്തിന്റെ പോക്ക് എന്നൊരു ചോദ്യം ശക്തമായി ഉയരുന്നുണ്ട്. എന്ത് വിഷയമാണ് റീൽസിനായി തെരഞ്ഞെടുക്കുന്നത് എന്നതിനെ കുറിച്ച് ഉള്ളടക്കം നിർമ്മിക്കുന്നവർ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കണം. മതപരമായ വിശുദ്ധിയുള്ള സ്ഥലങ്ങൾ വാണിജ്യപരമോ വിനോദപരമോ ആയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് പരസ്യമായി ഒഴിവാക്കേണ്ടതാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഇത്തരം ഉള്ളടക്കങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിയമപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകണം. ഗുരുവായൂരിലെ സംഭവം ഒരു പാഠമാണ്. നിയമപരമായ വിലക്കുകളെ മാനിക്കാത്ത ഏതൊരു ഉള്ളടക്ക നിർമ്മാണവും വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുകയും നിയമ നടപടിക്ക് വിധേയമാവുകയും ചെയ്യും.